ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ ഈഗൻ വാല്യൂസിന്റെയും ഈഗൻ വെക്ടേഴ്സിന്റെയും കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ ഈ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരുന്നാലുള്ള ഉപകാരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാം അറിയായിരിക്കും. ഈ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈഗൻ വാല്യൂസ് ഈഗൻ വെക്ടേഴ്സ് മാക്സിമം ക്വസ്റ്റ്യൻസ് വരുന്നത്. നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പോർഷന് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഈഗൻ വാല്യൂസും ഈഗൻ വെക്ടേഴ്സും എന്താണെന്ന് നമ്മൾ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ആക്ച്വലി ഈ ഒരു വീഡിയോ. ഓക്കെ, സോ ഈ ഒരു പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ നോക്കുവാണെങ്കിൽ നേരത്തെ കഴിഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള കേരള PSC എക്സാമിൽ ഈഗൻ വാല്യൂസ് ആൻഡ് ഈഗൻ വെക്ടേഴ്സ് എന്നുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരുന്നത്. അതിനകത്ത് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇതിനകത്തുള്ള 2 പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്താൽ കിട്ടാവുന്നതാണ്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫർദർ പ്രോപ്പർട്ടീസും എക്സാമ്പിൾസും ഒക്കെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസിനകത്ത് അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ നമ്മൾ എന്താണ് ഈ ഈഗൻ വാല്യൂസിന്റെയും ഈഗൻ വെക്ടേഴ്സിന്റെയും ഒരു MCQ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു വിത്ത് സൊല്യൂഷൻ. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് വൺ. ആദ്യത്തത് എന്താണ് പറയുന്നത്? സം ഓഫ് ഈഗൻ വാല്യൂസ് ഈക്വൽസ് ടു വാട്ട്? ട്രേസ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ട്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മിനെയാണ് നമ്മൾ ട്രേസ് എന്ന് പറയുന്നത്. അതിന് ഈക്വലന്റ് ആയിരിക്കും ഒരു മെട്രിക്സിന്റെ ഈഗൻ വാല്യൂസ് എന്നാണ് ഫസ്റ്റ് പ്രോപ്പർട്ടിയിൽ പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് പ്രോപ്പർട്ടിക്ക് അകത്ത് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ഈഗൻ വാല്യൂസ്. ആ കേസിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ. ഏത് മെട്രിക്സ് ആണോ തന്നിട്ടുള്ളത് അതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഈഗൻ വാല്യൂസിന്റെ പ്രൊഡക്റ്റിന് ഈക്വലന്റ് ആയിരിക്കും. ഇനി തേർഡ് വൺ ട്രാൻസ്പോസിനെ കുറിച്ചാണ് പറയുന്നത്. ട്രാൻസ്പോസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വേറൊന്നും അല്ല, എയുടെയും എ ട്രാൻസ്പോസിന്റെയും ഈഗൻ വാല്യൂസ് സെയിം ആയിരിക്കും. എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് എന്നല്ല, എയുടെയും അതുപോലെ തന്നെ എ ട്രാൻസ്പോസിന്റെയും ഈഗൻ വാല്യൂസ് ഉണ്ടെങ്കിൽ അത് സെയിം ആയിരിക്കും. ഓക്കെ, ഇനി ട്രയാങ്കുലർ ഡയഗണൽ അങ്ങനെയുള്ള മെട്രിക്സസ് ഒക്കെ കൺസിഡർ ചെയ്യാന്ന് വിചാരിക്കാം. ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് വരുന്നുണ്ട്, ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഏതാണ് പറഞ്ഞത്? ഡയഗണൽ മെട്രിക്സ്. കൂടാതെ ഒരു മെട്രിക്സും കൂടെ വരുന്നുണ്ട്, സ്കേലാർ മെട്രിക്സ്. ഇതിന്റെ എല്ലാം ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ഡയഗണൽ എലമെന്റ്സ് ആയിരിക്കും. അപ്പർ ട്രയാങ്കുലർ ആയിക്കോട്ടെ, ലോ ട്രയാങ്കുലർ ആയിക്കോട്ടെ, ഡയഗണൽ ആയിക്കോട്ടെ, സ്കേലാർ ആയിക്കോട്ടെ, അതിന്റെ എല്ലാം ഡയഗണൽസ് ആയിരിക്കും അതിന്റെ ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി അതിനകത്ത് പറയുന്നത്, സപ്പോസ് നമ്മുടെ പക്കൽ ഒരു റിയൽ സിമെട്രിക് മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും റിയൽ ആയിരിക്കും. നെക്സ്റ്റ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ കാര്യം എടുക്കുമ്പോൾ അതിന്റെ ഈഗൻ വാല്യൂസ് ഈതർ പ്യുവർലി ഇമാജിനറി ആയിരിക്കും അല്ലെങ്കിൽ 0 ആയിരിക്കും. ഏത്? സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ കേസിൽ എന്താ പറഞ്ഞാൽ നമ്മൾ പ്യുവർലി ഇമാജിനറി ആയിരിക്കും അല്ലെങ്കിൽ 0 ആയിരിക്കും എല്ലായ്പ്പോഴും. ഇതിൽ രണ്ടിലൊന്നായിരിക്കും. ഇനി നെക്സ്റ്റ് ഓർത്തോഗണൽ മെട്രിക്സ്. The eigen values of orthogonal matrix are having unit modulus. അതുപോലെ തന്നെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 1 ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓർത്തോഗണൽ മെട്രിക്സിലെ തന്നെ വേറൊരു കണ്ടീഷൻ ആണ്. സപ്പോസ് ലാംഡ എന്ന് പറയുന്നത് ഓർത്തോഗണൽ മെട്രിക്സിലെ ഒരു ഐഗൻ വാല്യൂ ആണെങ്കിൽ അതിന് 1/λ എന്ന ഒരു ഐഗൻ വാല്യൂം കൂടെ കാണും. നെക്സ്റ്റ് പ്രോപ്പർട്ടി, സപ്പോസ് ഒരു റിയൽ മെട്രിക്സ് കേട്ടോ, റിയൽ മെട്രിക്സ്. നേരത്തെ നമ്മൾ റിയൽ മെട്രിക്സ് ഒരു റിയൽ സിമെട്രിക് മെട്രിക്സിന്റെ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഗെയിൻ വി ആർ കമ്മിങ് ടു റിയൽ മെട്രിക്സ്. അതിനകത്ത് ഒരു ഐഗൻ വാല്യൂ A+IB ആണെങ്കിൽ അടുത്തൊരു ഏഗൻ വാല്യൂ ആയിട്ട് A-IB കാണും. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ എന്താണ്? ഈഗൻ വെക്ടേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈഗൻ വെക്ടേഴ്സിന്റെ കേസിൽ എയുടെയും
എ പവർ എന്നിന്റെയും ഈഗൻ വെക്ടേഴ്സ് എല്ലായ്പ്പോഴും സെയിം ആയിരിക്കും. ഈഗൻ വെക്ടേഴ്സ് ഓഫ് എ ആൻഡ് എ പവർ എൻ ആർ സെയിം. ദെൻ നെക്സ്റ്റ് പറയുന്ന ഒരു ഐഗൻ വെക്ടേഴ്സിന്റെ പ്രോപ്പർട്ടി തന്നെയാണ്. അതായത് ദ ഈഗൻ വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു ഡിഫറെന്റ് ഈഗൻ വെക്ടേഴ്സ് ഓഫ് എ സിമെട്രിക് മെട്രിക്സ് ആർ ഓർത്തോഗണൽ ടു ഈച്ച് അതർ. ആ ഒരു പ്രോപ്പർട്ടി ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചാൽ മതി, പ്രോബ്ലംസ് വരാൻ വലിയ ചാൻസ് ഒന്നുമില്ല. നെക്സ്റ്റ്, സപ്പോസ് ഈഗൻ വാല്യൂ എന്ന് പറയുന്നത് ലാംഡയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് കേസസ് പഠിക്കാനുണ്ട്. എ എന്റെ മെട്രിക്സ് ആണ്. എ എന്ന മെട്രിക്സ് ഞാൻ എടുക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇതിന് ഈഗൻ വാല്യൂ ആണ് ലാംഡ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കെ എ ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു എൻ്റെ മെട്രിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഈഗൻ വാല്യൂ ആയിരിക്കും കെ ലാംഡ എന്ന് പറയുന്നത്. സിമിലർലി ഇൻ കേസ് ഓഫ് ലാംഡ പവർ എൻ, ഇറ്റ്സ് എൻ ഈഗൻ വാല്യൂ ഓഫ് എ പവർ എൻ. ഓക്കെ, നൗ 1 by lambda is an eigen value of 1 by a. അതിന് നമുക്ക് എന്ത് എഴുതാം? എ ഇൻവേഴ്സ് എന്ന് എഴുതി കൂടെ? സോ 1 by lambda is an eigen value of a inverse. Now we are calculating the determinant of a and then we divide it with lambda. This will be an eigen value of adjoint A. Okay, next ഒരു പോയിന്റ് വരുന്നത് ലാംഡ പ്ലസ് ഓ മൈനസ് കെ എന്ന് പറയുന്നത് എ പ്ലസ് ഓ മൈനസ് കെ ഇൻറ്റു ഐ ഐഡന്റിറ്റി മെട്രിക്സിന്. ഇതിലെ ഒരു ഐഗൻ വാല്യൂ ആയിരിക്കും ലാംഡ പ്ലസ് ഓ മൈനസ് കെ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി വി ഹാവ് ദിസ് വൺ. Eigen value of identity matrix is 1. അപ്പോൾ ഇതിനകത്ത് വരാവുന്ന മാക്സിമം പ്രോപ്പർട്ടീസ്, ലൈക്ക് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫർദർ നമ്മുടെ മെറ്റീരിയലിനകത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മൾ MCQസിനകത്തും സെപ്പറേറ്റ് ഫയലായി MCQസും ചെയ്തിട്ടുണ്ട്. അതിനകത്തും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം മാക്സിമം. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. കൂടാതെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. ബൈ ഫോർ നൗ.